അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നാം വളരെയധികം സന്തോഷപൂർവ്വം അൽഹംദുലില്ലാഹ് ഈദ് ആഘോഷിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 30 നാളുകൾക്ക് ശേഷം വ്രതാനുഷ്ഠാനവും ഖിയാമുൽ ലൈലുകളും തറാവീഹുകളുമൊക്കെ നാം നിർവഹിച്ചുകൊണ്ട് നാഥനോട് ഒരുപാട് കൂടുതൽ അടുക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്ത ഈ കർമ്മങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. എന്നാൽ നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കൊല്ലം നാം ഈദ് ആഘോഷിക്കുന്നത് മനസ്സു നിറയെ ഭയപ്പാടോടുകൂടിയും ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആകസ്മികതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോടത് മുമ്പേ സൂചിപ്പിച്ചത് തന്നെയാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഭയം, വിശപ്പ്, സ്വത്തുക്കളിലും ദേഹങ്ങളിലും ഫലങ്ങളിലും കുറവ് എന്നിവയിൽപ്പെട്ട വല്ലതുമൊക്കെ കൊണ്ട് നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതെ, ഒരു സത്യവിശ്വാസി ഭയപ്പാടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ റബ്ബിൽ അഭയം തേടുകയും ക്ഷമിക്കുകയും ചെയ്യണമെന്നാണ് ഖുർആനിൻ്റെ താല്പര്യം. സത്യവിശ്വാസികളെ, ലത്തീഫായ നാഥൻ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത വഴികളിലൂടെ നമ്മെ സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതെ, ലത്തീഫ് എന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിസുന്ദരമായ നാമത്തെക്കുറിച്ചാണ് അല്പം ഞാൻ വിശദീകരിക്കുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം നമുക്ക് നൽകിയിട്ടുള്ളത്. അവൻ്റെ അതിസുന്ദരമായ പ്ലാനിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ ഇതാ നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതം എത്ര മനോഹരമായിട്ടാണ് റബ്ബിൻ്റെ പ്ലാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെയധികം ഭയപ്പാടോടുകൂടി ആരും കാണാതെ കണ്ട് മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് മുലയൂട്ടുന്നതാണ് നാം കാണുന്നത്. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ അതേ മൂസാ നബി അലൈഹിസ്സലാമയുടെ മാതാവിന് അങ്ങോട്ട് പണം നൽകിയാണ് ഫിറഔൻ മുലയൂട്ടാൻ വേണ്ടി ക്ഷണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി അല്പം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ ഇതേ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളോടൊപ്പം അലറിയടിക്കുന്ന തിരമാലകൾക്കും പിന്നിൽ തന്നെ പിടികൂടാനെത്തിയിരിക്കുന്ന ഫിറഔനും കൂട്ടർക്കുമിടയിൽപ്പെട്ട് പോകുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം. അവിടെ വെച്ച് ഫിറഔനിൻ്റെ മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറയുന്നുണ്ട്, മൂസ, നാം പെട്ടുപോയിരിക്കുന്നു, ഇനി രക്ഷയില്ല എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ എന്ന്. ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞത്, അല്ല, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും എന്നാണ്. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അതിനുശേഷവും അതിനു മുമ്പും അങ്ങനെ ഒരു വഴി അവിടെ തുറന്ന് കണ്ടിട്ടേയില്ല. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അവിടെയും ലത്തീഫായ റബ്ബിൻ്റെ അതിസുന്ദരമായ പ്ലാനിങ് കാണാവുന്നതാണ്. ആദ്യ ഭാഗങ്ങളിൽ മുഴുനീളെ നെഗറ്റിവിറ്റികൾ മാത്രം കാണാവുന്ന യൂസുഫ് നബിയുടെ ജീവിതത്തിൽ അതെല്ലാം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വിജയത്തിൻ്റെക്കുള്ള ചവിട്ടുപടികളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഒരു പൊട്ട കിണറ്റിലേക്ക് തള്ളിയിട്ട അതേ കൈകൾ തന്നെയാണ് പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതെ, എല്ലാം തീർന്നു എന്ന് കരുതുന്നിടത്തു നിന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പുതിയ വഴികൾ എപ്പോഴും വെട്ടി തുറന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ലോക സാഹചര്യത്തിലും നമുക്കത് കാണാവുന്നതാണ്.
ഇനി ഒരിക്കലും ഇതൊന്നും നേരെയാകാൻ പോകുന്നില്ലെന്നും ലോക സമാധാനത്തിൻ്റെ ശത്രുക്കളായ ഇവരാണ് എപ്പോഴും വിജയിക്കുക എന്നുമൊക്കെയാണ് നാം ചിന്തിച്ചു വെക്കുക. നേരെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക. എന്നാൽ ഈ നടക്കുന്നതെല്ലാം നാഥൻ്റെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുകയും അവൻ്റെ തീരുമാനം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നവർക്കാണ് അന്തിമ വിജയം എന്നതാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തെന്ത് പ്രതിസന്ധികളിലും ഏതേതു പ്രയാസങ്ങളിലും ഒരിക്കലും തെറ്റുപറ്റാത്ത ഏറ്റവും നന്നായി പ്ലാൻ ചെയ്യുന്ന ലത്തീഫായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ പ്ലാനിങ്ങിൽ വിശ്വസിക്കുകയും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന സഹാഅൻ റഹാഅൻ വസായിറ ബിലാദിൽ മുസ്ലിമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.